ഹലോ മിനി റാബിറ്റ്സ്, നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ബാക്കിയാണ്. ആ ഫ്ലവർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ നല്ല ഭംഗിയിൽ വരും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ചുരുട്ടി കൊടുക്കുമ്പം ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് നടുവൊന്ന് വികസിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ചുരുട്ടിയത് ഒന്ന് വികസിപ്പിച്ച് കൊടുത്താൽ നമ്മൾ ഫ്ലവർ നല്ല വലുതായിട്ട് കാണുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് ഗം വെച്ചിട്ട് ഫിക്സ് ചെയ്യാം കേട്ടോ. ഗമ്മ് വെച്ച് ഫിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഫിക്സ് ആവില്ല, ചില നേരം അതുപോലെ തന്നെ അങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ബ്ലൂ ഗണ്ണ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്യുന്നതാവുന്നുണ്ടാവും. അല്ലെങ്കിൽ ഗമ്മ് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനൊരു ലീഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് കളർ A4 ഗ്രീൻ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ അത് കാണുന്നില്ല, കുറേ നോക്കിയിട്ടോ. അപ്പോൾ ഞാൻ കാണാത്തതുകൊണ്ട് തന്നെ ഞാനൊരു വൈറ്റ് പേപ്പറിൽ ഗ്രീൻ പെയിൻ്റ് അടിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ലീഫൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബ്ലാക്ക് കളറ് റൗണ്ട് ഷേപ്പിൽ ഞാൻ വെട്ടിയെടുത്തിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ചതാട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഗം ചെയ്തിട്ട് ഈ ഒരു സർക്കിളിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ഫ്ലവറും ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് 2 പാർട്ടാക്കിയിട്ടാട്ടോ ഒട്ടിക്കുന്നത്. ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും ആക്കിയിട്ടാട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. നിങ്ങൾ ഇഷ്ടം പോലെ ഒട്ടിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റൗണ്ട് മൊത്തമായിട്ടും അങ്ങനെ ഫ്ലവർ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു പാറ്റേൺ ആട്ടോ ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് എല്ലാതും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പ് ഫുള്ളായിട്ട് ഈ ഫ്ലവർ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാൽ ഈ റൗണ്ട് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ലീഫ് കുറച്ച് വലുപ്പം കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ ലീഫ് ചെറുതാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ ഒന്ന് വലുതാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഫ്ലവർ വലുപ്പത്തിൽ ചെയ്യുമ്പോൾ നല്ല